നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് NCERT +1 ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന ഭാഗമാണ് അല്ലേ. അപ്പോൾ അതിലെ 3 ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. പിന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അവസാനത്തെ ഭാഗമാണ് ലക്ഷ്യപ്രമേയം എന്ന ഭാഗം അല്ലേ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ്. ഈ ഭാഗത്ത് നിന്നും അധികം ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസേ നമുക്ക് ചോദിക്കാറുള്ളൂ. NCERTയിലും വളരെ കുറച്ച് ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അപ്പൊ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. ലക്ഷ്യപ്രമേയം അല്ലെ, എന്താണ് ലക്ഷ്യപ്രമേയം? അതായത് ഭരണഘടനയുടെ ലക്ഷ്യം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന പ്രമേയമാണ് ലക്ഷ്യപ്രമേയം. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ, ഭരണഘടനയുടെ ലക്ഷ്യം, ഭരണഘടന എന്തിനാണ് അല്ലെ, അതിനൊരു ലക്ഷ്യമുണ്ട്. അപ്പൊ ആ ലക്ഷ്യം വ്യക്തമാക്കാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ട പ്രമേയമാണ് എന്ത്? ലക്ഷ്യപ്രമേയം. അപ്പോ ഈ ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ആരാണ് ഇതിന്റെ ശില്പി? ആരാണ് ഈ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അപ്പൊ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വർഷം എപ്പോഴാണ്? 1946 ഡിസംബർ 13-നാണ്. അതൊന്ന് ഓർത്തു വെക്കുക. 1946 ഡിസംബർ 13-നാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോ ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നും ഓർത്തു വെക്കുക. ഈ ലക്ഷ്യപ്രമേയത്തെ കുറിച്ച് ഭരണഘടനാ നിർമ്മാണ സഭ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭ ഉൾക്കൊണ്ട ഏറ്റവും മികച്ച തത്വമാണ് ഏത്? ലക്ഷ്യപ്രമേയം അല്ലെ. ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭ ഉൾക്കൊണ്ട ഏറ്റവും മികച്ച തത്വമാണ് ഏത്? ലക്ഷ്യപ്രമേയം. ആ പോയിന്റ് ഒന്ന് ഓർത്തു വെക്കുക. പിന്നെയോ, നമ്മുടെ ഭരണഘടനയിലേക്ക് സമത്വം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, പരമാധികാരം ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നത് ലക്ഷ്യപ്രമേയത്തിൽ നിന്നാണ്. സമത്വം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, പരമാധികാരം ഇതെല്ലാം നമ്മൾ ഉൾക്കൊണ്ടത് ഏതിൽ നിന്നാണ്? ലക്ഷ്യപ്രമേയത്തിൽ നിന്നാണ്. അപ്പോ ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായി മാറിയത്? നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അതൊന്ന് വ്യക്തമായി ഓർത്തു വെക്കണേ. അതായത് ഈ ലക്ഷ്യപ്രമേയമാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായി പിന്നീട് മാറിയത്. അതുകൊണ്ട് തന്നെ ആമുഖത്തിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. കാരണം ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് അദ്ദേഹമാണല്ലോ. അപ്പൊ ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായി മാറിയത്? ആമുഖമായി മാറിയത്. അപ്പോ ആമുഖത്തിന്റെ ശില്പി അല്ലെങ്കിൽ ആമുഖം ആരാണ് തയ്യാറാക്കിയത് എന്നൊക്കെ ചോദിച്ചാൽ ഏത് മാത്രമേ ആൻസർ വരുള്ളൂ? ജവഹർലാൽ നെഹ്റു മാത്രമേ ആൻസർ വരുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായല്ലോ. ഇത്രയാണ് നമുക്ക് ലക്ഷ്യപ്രമേയത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ഈ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പോയിന്റ് ആണ്. അടിയന്തരാവസ്ഥ എന്ന ആശയം ആരാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമ്മൾ കടം കൊണ്ടത് എന്ന് ചോദിച്ചാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് എവിടെ നിന്നാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുക എന്ന ആശയം എവിടെ നിന്നാണ് കടം കൊണ്ടത്? ജർമ്മനിയിൽ നിന്നാണ് അല്ലെ. അതായത് വെയ്മർ ഭരണഘടന എന്നാണ് അറിയപ്പെടുന്നത്. ജർമ്മൻ ഭരണഘടന അറിയപ്പെടുന്നത് എന്താണ്? വെയ്മർ ഭരണഘടന എന്നാണ്. അപ്പൊ ഈ വെയ്മർ ഭരണഘടനയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുക എന്ന ആശയം കടം കൊണ്ടത്. ഇത് രണ്ടും മാറിപ്പോരുത്. അടിയന്തരാവസ്ഥ എന്ന ആശയം കടം കൊണ്ടത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുക എന്ന ആശയം കടം കൊണ്ടത് എവിടെ നിന്നാണ്? ജർമ്മനിയിൽ നിന്നാണ്, അല്ലെങ്കിൽ വെയ്മർ ഭരണഘടനയിൽ നിന്നാണ് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ലക്ഷ്യപ്രമേയത്തെ കുറിച്ച് NCERT ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഈ ലക്ഷ്യപ്രമേയത്തിലെ കുറച്ച് ആശയങ്ങൾ ആ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഞാൻ വായിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അഥവാ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ അതൊന്ന് ഓർക്കാൻ മാത്രം നിങ്ങളൊന്ന് കേട്ടു വച്ചാൽ മതി. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണ് അല്ലെ. ഒന്നാമത്തെ ആശയം ഏതാണ്? ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങൾ, ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന മറ്റു പ്രദേശങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും ഇന്ത്യ. അത് നമുക്കറിയാം അല്ലെ. പിന്നെയോ, ഇന്ത്യൻ യൂണിയനിൽപ്പെട്ട പ്രദേശങ്ങളെല്ലാം സ്വയംഭരണ അധികാരമുള്ളവയായിരിക്കും. ഇന്ത്യൻ യൂണിയനിൽപ്പെട്ട പ്രദേശങ്ങളെല്ലാം എങ്ങനെയായിരിക്കും? സ്വയംഭരണ അധികാരമുള്ളവയായിരിക്കും. പിന്നെ നാലാമത്തെ ആശയമാണ് സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും അതിന്റെ ഭരണഘടനയുടെയും സർവ്വ അധികാരങ്ങളും ജനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. അതിപ്പോഴും അങ്ങനെയാണ് അല്ലെ. ജനങ്ങൾക്കാണ് നമുക്ക് കൂടുതൽ പരമാധികാരം.
പിന്നെയോ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി, പദവിയിലും അവസരങ്ങളിലുമുള്ള സമത്വം, നിയമത്തിനു മുന്നിലെ തുല്യത തുടങ്ങിയ മൗലിക സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും എല്ലാം ഇന്ത്യൻ ജനതയ്ക്കും ഉറപ്പു നൽകും. ഇതെല്ലാം ലക്ഷ്യപ്രമേയത്തിന്റെ ആശയങ്ങളാണ്. പിന്നെയോ ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക ഗോത്രവർഗ പ്രദേശങ്ങൾ, അധസ്ഥിതർ എന്നിവർക്ക് മതിയായ സംരക്ഷണം നൽകും. ലാസ്റ്റ് വൺ, ലോക സമാധാനത്തിനും മാനവരാശിയുടെ ക്ഷേമത്തിനും വേണ്ടി ഈ രാഷ്ട്രം പൂർണ്ണമായും പരപ്രേരണ കൂടാതെ പ്രവർത്തിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ആശയങ്ങൾ. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇത് 1-2 തവണ നിങ്ങൾ കേൾക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പൊ അടുത്ത ചാപ്റ്റർ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. അപ്പൊ ആ ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും വരാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ നന്ദി.